തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 1000 കോഴിയിട്ട് നമുക്ക് നഷ്ടം വരുമോ? അപ്പോൾ നമുക്കൊരു 15,000 രൂപ ഒരു മാസം കിട്ടും. 50,000 രൂപ ഉറപ്പായിട്ട് ഒരു മാസം കിട്ടും. ചിലപ്പോൾ അത് കൂടുതൽ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നുള്ളവരും വിദേശത്തു നിന്നുള്ളവരൊക്കെ വിളിക്കും. അപ്പോൾ അവർ വിളിച്ചാൽ ചോദിക്കുന്ന കാര്യം, നമുക്ക് ലാഭകരമായിട്ട് ഈ കോഴി വളർത്തലിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് ആൾക്കാരുടെ ചോദ്യമാണ്. അപ്പോൾ ഇന്ന് അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. ബേസിക് ലെവൽ, അതായത് ബിഗിന്നർ ആയിട്ടുള്ള ആളുകളെ, തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. കോഴി വളർത്തൽ മേഖലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒന്ന് ബ്രോയിലർ കോഴി വളർത്തലാണ്. അതാണ് വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും ടോപ്പിലുള്ളത്. പിന്നെയാണ് മുട്ടക്കോഴി, മറ്റ് സെഗ്മെന്റേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബ്രോയിലർ കോഴീൻ്റെ കാര്യമാണ്. ഇപ്പോൾ പലരും ചോദിക്കുന്നത്, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറയും. പിന്നെ നമ്മളിപ്പോൾ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പല 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 ചോദ്യങ്ങളുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. നമുക്ക് അതിനുള്ള ആൻസർ പിന്നീട് നോക്കാം. 2 രീതിയിലാണ് ബ്രോയിലർ കോഴിനെ വളർത്തുന്നത്. അതിൽ ആദ്യത്തെ രീതി പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ പൈസ ഇറക്കി കോഴിക്കുഞ്ഞിനൊക്കെ വാങ്ങിച്ച് വളർത്തുന്ന രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇൻട്രഗേഷൻ ആണ്. ഈ ഇൻട്രഗേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് മലയാളം കൂലിക്ക് വളർത്തി കൊടുക്കുന്നത് എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി നല്ലൊരു മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഫീഡിന് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ കോഴിക്കുഞ്ഞിനെ വാങ്ങിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വരും. അപ്പോൾ രണ്ടാമത്തെ രീതി പറയുന്നത് കൂലിക്ക് വളർത്തുന്നതാണ്. ഈ കൂലിക്ക് വളർത്തുക പറഞ്ഞാൽ നമ്മുടെ ഷെഡ് ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു 1000 കോഴിയുടെ ഷെഡ് ഉണ്ടെങ്കിൽ അതിൽ കോഴിക്കുഞ്ഞുങ്ങളെയും തീറ്റയും മരുന്നും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഏതെങ്കിലും ഒരു കമ്പനി തരും. അതിപ്പോൾ പ്രൈവറ്റ് കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് കമ്പനീസ് തന്നെയാണ്, അതായത് ലോക്കലായിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വലിയ കമ്പനീസ് ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ പദ്ധതി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കോഴീനെ വളർത്തിയിട്ട് ഒരു 35-40 ദിവസം ആകുമ്പം ആരാണോ നമുക്ക് കോഴിക്കുഞ്ഞിന് ഇട്ട് തന്നത് അവർ വന്നിട്ട് അതിന് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആ സമയത്ത് അവർ വെയിറ്റ് നോക്കും. അത് വെയിറ്റ് നോക്കിയിട്ട് എത്ര കിലോഗ്രാം ആണ് കോഴിക്കുള്ളത് നോക്കും. അപ്പോൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും 1 കിലോക്ക് ഇത്ര പൈസയാണ് നമ്മൾ തരാം. അപ്പോൾ മിക്കവാറും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 7 രൂപ മുതലാണ് തുടങ്ങുന്നത്. 7 രൂപയാണെന്നുണ്ടെങ്കിൽ 1 കിലോ കോഴിക്ക് 7 രൂപ. അപ്പോൾ അതായത് 2 കിലോ കോഴി ഉണ്ടെങ്കിൽ നമുക്ക് 14 രൂപ കിട്ടും. അതിൽ കൂടുതലാണെങ്കിൽ ചെറിയൊരു എമൗണ്ട്, നമുക്ക് മാക്സിമം ഒരു 16-17 വരെയൊക്കെ പറയാം. ഓക്കെ, നമുക്കൊരു 15 രൂപ ശരാശരി കണക്ക് കിട്ടാം. അപ്പം അങ്ങനെയാണെങ്കിൽ 1000 കോഴി വളർത്തുന്ന ഒരാൾക്ക് ഈ 1000 കോഴികളും ബാക്കിയായി കിട്ടിയാൽ അത് പിന്നീട് പറയാം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇനി പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയാൽ എന്ത് സംഭവിക്കും? നോർമലി ഇൻ്റർഗ്രേഷനിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്താൽ സംഭവിക്കുന്നത്, ഈ ചത്ത കോഴിയുടെ പൈസ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ ഒരു 50 കോഴി ചത്തുണ്ടെങ്കിൽ നമുക്ക് 950 കോഴിയുടെ പൈസയെ കിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണൽ പൈസ ഇൻ്റർഗ്രേഷൻ കമ്പനി എടുക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മുടെ അടുത്ത് പൈസ വാങ്ങേണ്ടത് ഇതുവരെ എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ബിസിനസ്സാണ് ഇൻ്റർഗ്രേഷൻ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 7 രൂപയാണ് കിട്ടുക. അപ്പോൾ ഈ 7 രൂപ മാത്രമേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ കമ്പനീസൊക്കെ കേരളത്തിൽ ഇടുന്നുണ്ട്. പിന്നെ സുഗുണ, അതുപോലെ VHL പോലുള്ള കമ്പനീസൊക്കെ ഇടുന്നത്. അപ്പോൾ ചില കമ്പനീസ് 8 രൂപ അതിൽ 10 രൂപ വരെ കുഞ്ഞിന് കിലോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ അവർ തരും. പിന്നെ നമ്മൾ എക്സ്പെൻസ് പറയുന്നത് ഇപ്പോൾ നോർമലി, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് ഇതിന് ചിലവ് വരിക? അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ചിലവ് വരുന്നത്, ഒന്ന് നമ്മൾ ഷെഡ് സ്വന്തമാണെങ്കിൽ സ്വന്തമായി ഷെഡ് എടുക്കാനുള്ള തുക, ഇനി വാടകയ്ക്കാണെങ്കിൽ മാസം കൊടുക്കുന്ന റെൻറ്റ്, പിന്നെ വരുന്നത് നമുക്കതിൽ ലിറ്റർ പിരിക്കുക, അത് നിലത്ത് ലിറ്റർ പിരിക്കാനുള്ള അതിൻ്റെ എക്സ്പെൻസ്, പിന്നെ കൂലിക്ക് ആളെ വെക്കേണ്ടത് അതിൻ്റെ എക്സ്പെൻസ്. അപ്പം നിങ്ങൾ നോക്കി ചെയ്യണം. മാസം കിട്ടുന്നത് 15,000 രൂപയായിരിക്കും. 1000 കോഴിക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ പിന്നെ ഒരു സ്റ്റാഫ് ബംഗാളിനെ വെച്ച് അവർ 10,000 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഇനി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പദ്ധതിയുണ്ട്. ഗവൺമെൻറ് കേരള ചിക്കൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ കുടുംബശ്രീ വഴിയാണ് കൊടുക്കുന്നത്. കുടുംബശ്രീ വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും കുടുംബശ്രീ മെമ്പർ ആണെങ്കിൽ CDSൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ചിക്കൻ്റെ പദ്ധതിയിൽ കിട്ടും. ഈ കേരള ചിക്കൻ്റെ പദ്ധതിയിൽ കിട്ടുമ്പോൾ അതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിന് നിങ്ങൾക്ക് വരുന്ന എമൗണ്ട്, അതായത് ഈ 1 കിലോ കോഴിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12 രൂപ വരെ, 13 രൂപ വരെ എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഒരു ശരാശരി 10 രൂപ നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ 10 രൂപയാവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതിൻ്റെ കൂടുതൽ പൈസ നമുക്ക് കിട്ടും. അതായത് 1000 കോഴിന് 20,000 രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും.
അപ്പോൾ തുടക്കക്കാരായ ഒരാൾക്ക് ഇതല്ലേ നല്ലത് നിങ്ങൾ പറയുക. കാരണം നമ്മൾ 500 കോയിൻ ഇറക്കി ഈ കോഴീനെ വിൽക്കാനും മറ്റൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണിത്. ഞാനൊരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട്. മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കോഴീനെ വളർത്തുന്ന പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ആലോചിച്ചു കോഴീനെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ വളർത്തുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്നെ. അപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ ഇൻ്റർവേഷൻ ചെയ്യുന്നതാണ്, 5000 കോഴി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5000 കോഴി ചെയ്തിട്ട് അയാൾ പറഞ്ഞത് എന്നോട് ശരാശരി എനിക്കൊരു ചിലപ്പോൾ അത് കൂടുതലാണ്, ഹിന്ദിക്കാരൻ ഒരു ബംഗാളിനെ മറ്റോ പണിക്കാക്കിയിട്ടുണ്ട്, മൂപ്പർക്ക് എത്ര 15,000 മറ്റോ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ചിലവുകളും മറ്റൊക്കെ കഴിഞ്ഞിട്ട് ശരാശരി എന്തായാലും 50,000 രൂപ മാസം കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാരായ ആളുകൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇൻ്റർവേഷൻ. നല്ലൊരു കമ്പനീനെ കണ്ടുപിടിക്കണം, പിന്നെ നമുക്കൊരു ഷെഡ് വേണം. പിന്നെ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ 4-5 മാസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു 500 കോയിൻ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. കാരണം അതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ചേഞ്ച് വരും. കാരണം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 30-40 രൂപ ഒരു കിലോൻ്റെ മുകളിൽ കിട്ടും. ചിലപ്പം ഇതിപ്പോൾ കിലോൻ്റെ മുകളിൽ ഞാൻ 40 രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. കാരണം ഇത് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ മാർക്കറ്റിൽ വിലയിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 50 രൂപ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും പോവുക, ചിലപ്പോൾ 80 രൂപ ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായി ചെയ്യുന്ന ആ രീതിയിലുള്ള ചെറിയ പ്രശ്നം. ഞാൻ പിന്നെ ഒരു ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞതാണ്, ആ എമൗണ്ടിന് മുകളിൽ ആരും കയറി പിടിക്കേണ്ട. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ചില സമയത്ത് നല്ല രീതിയിൽ പൈസ കിട്ടും, ചില സമയത്ത് കയ്യിലുള്ള പൈസ അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ ബ്രോയിലർ ഫാമിങ്ങിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തുടങ്ങുന്ന ഒരാൾക്ക് നല്ലത് എന്താണ് ഈ ഇൻ്റർഗ്രേഷൻ പദ്ധതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങൾ ഈ കോഴിയായിട്ട് ഇടപഴകി അവരുടെ രീതികൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാം കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഷെഡ്യൂൾ എടുത്തിട്ട് അതിൽ 1000 കോഴി ഇട്ടിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യുക, ഇൻ്റർവേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഇൻ്റർഗ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കേരള ചിക്കൻ്റെ പദ്ധതിയാണ് നേരത്തെ കുടുംബശ്രീയിൽ പറഞ്ഞത്, അതും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾക്ക് 10 രൂപയിലധികം വരെ കിട്ടും പൈസ കോഴി 1 കിലോൻ്റെ മുകളിൽ. ചില ആൾക്കാർക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഈ വില നിശ്ചയിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു 13 രൂപ വരെയാണ് എന്നുള്ളത്, അപ്പം 10 രൂപ എങ്ങനെ നിശ്ചയിക്കുന്നു, 13 എങ്ങനെ കിട്ടുന്നു എന്ന ഡൗട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ 7 രൂപക്ക് ചെയ്യുന്ന ചില ആളുകൾ 8 രൂപ വരെ കൊടുക്കും. അത് ഇതിൻ്റെ FCR കണക്കാക്കിയിട്ടാണ്. FCR പറയുന്നത് ഇതിൻ്റെ ഫീഡ് കൺവേർഷൻ റേഷ്യോ ആണ്. 1 കിലോ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് കോഴി എത്ര ഫുഡ് കഴിച്ചു, അതാണ് ഈ റേഷ്യോ പറയുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ 1 കിലോ ആവാൻ വേണ്ടി ഒരു കോഴി ശരാശരി 1.5 കിലോ തീറ്റ എടുത്തു. അപ്പോൾ 3 കിലോ തീറ്റ എടുത്താലാണ് 2 കിലോ ആവുന്നത്. ഇതിൻ്റെ FCR എന്ന് പറയുന്നത് 1.5 ആണ്. ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള FCR. അപ്പോൾ ഈ 1.5 FCRലൊക്കെ കോഴി പിടിക്കാൻ പറ്റിയാൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ 12-13 തന്നെ കിട്ടും. എന്നാൽ പലപ്പോഴും നമ്മുടെ ഫീഡിൻ്റെ ക്വാളിറ്റി കൊണ്ടും മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടും ഈ 1.5 കിട്ടാൻ വളരെ അപൂർവമാണ്. 1.6, 7 ഒക്കെ ആവും, 8 ഒക്കെ ആവും. 8 ഒന്നും ആവരുത്, ഒരു 7 വരെയൊക്കെ നമുക്ക് പോവാം. അതിൽ കൂടിക്കഴിഞ്ഞാൽ ഈ പൈസ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ FCR ഇപ്പോൾ നല്ല രീതിയിൽ FCR ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മരുന്നുകളൊക്കെ കൊടുക്കാൻ പറ്റും. മീൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഹോർമോണാണെന്ന് വിചാരിക്കരുത്. നമുക്ക് അതിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ ഇത്രയും പറഞ്ഞു ഈ ഇൻ്റർഗ്രേഷനെ കുറിച്ചിട്ട്. അപ്പോൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടൊരു ഇൻ്റർഗ്രേഷൻ ചെയ്യുന്ന ഒരു ഫാം കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴാണല്ലോ ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കൊരു കണക്റ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പം ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. ഇനി ആ ഫാമിൽ ഞാൻ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വെച്ചോ, ഞാൻ മൊത്തം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൂപ്പര് തന്നെ മറുപടി പറയാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്കൊരു വിശ്വാസയോഗ്യമായിട്ടുള്ള മറുപടി കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഫാമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാഹചര്യം ഇപ്പോൾ അനുകൂലമാണെങ്കിൽ, മഴയും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ സാഹചര്യം അനുകൂലമാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ എടുക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് ഞാൻ വളരെ ബേസിക് ലെവലിൽ ഒരാൾക്ക് ഇൻട്രോ കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എന്താണ് ഇൻ്റർഗ്രേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫാമിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയറായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും പിന്നെ ചാനൽ സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ എടുക്കണം. എല്ലാവർക്കും ബൈ ബൈ.